കുറച്ച് പിലോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിലോപ്പി കിട്ടിയപ്പോൾ തന്നെ കൈയോടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വരഞ്ഞു കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങനീര്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ ആകുമ്പോൾ നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായിട്ട് ഹീറ്റായി വരുന്ന സമയത്ത് ഈ മീൻ കഷ്ണങ്ങളൊന്ന് പൊരിച്ചെടുക്കാൻ വിധത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് മീൻ ചട്ടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ദാ ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇതിന്റെ മസാല റെഡിയാക്കി എടുക്കുന്നത്. ബാക്കിയുള്ള മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മീനാണെന്ന് വെച്ചാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട. ഈ ഒരൊറ്റ കറി കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഇത്. അപ്പോൾ ഈ രീതിയിൽ ഞാൻ മുഴുവൻ മീൻ കഷ്ണങ്ങളും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉരുളിയിലേക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്കൊരു വലിയ സവാള 4 എണ്ണം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ മസാല നിങ്ങൾ റെഡിയാക്കാറുണ്ടോ? ഞാൻ ഇടക്കിടക്ക് ഇതുപോലൊരു മസാല എപ്പോഴും മീൻകറിയൊക്കെ കൂട്ടി നമുക്ക് ബോറടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മസാല റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ദശയൊക്കെ അധികമുള്ള കട്ടിയുള്ള വലിയ മീനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ മസാല റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ സവാള നല്ല രീതിയിൽ വഴന്ന് വരണം. നല്ല രീതിയിൽ വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് വേണം കേട്ടോ പൊടികൾ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് കിട്ടിയത് പിലോപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുന്നത്. ഇനി കരിമീനാണെങ്കിലും ഇതേ ഒരു രീതിയിൽ നമുക്ക് മസാല റെഡിയാക്കാം. നെയ്മീനാണെങ്കിലും ഹമൂറൊക്കെ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഹമൂർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ കിട്ടുന്ന ഓലക്കൊടിയനുണ്ടല്ലോ, ആ മീനാണെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതുപോലെ ദശ കട്ടിയുള്ള ഏത് മീൻ വെച്ചും ഈ ഒരു രീതിയിൽ മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. തക്കാളി ചേർത്ത ശേഷം ഇതിലേക്ക് മസാലക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് കുക്കായി ഉടഞ്ഞു കിട്ടുന്ന ഒരു സമയത്ത് ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതുപോലെ അങ്ങ് മുക്കിയിട്ട് കൊടുക്കാം. അപ്പൊ ആ മുങ്ങിക്കിടക്കുന്ന ആ മീൻ കഷ്ണങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഐശ്വര്യമാണല്ലേ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് മീനിൽ അങ്ങ് പിടിച്ചു കിട്ടണം. അത്ര നേരം മതി.
ഒരു 5-10 മിനിറ്റ് അത്രയും തിളക്കുമ്പോൾ തന്നെ നമുക്ക് മസാല ആ മീനിലൊക്കെ പിടിച്ച് മീനൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ആ മസാലയിൽ കിടന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പിലോപ്പി ആണെങ്കിലും അല്ലെങ്കിൽ കരിമീനോ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അതുപോലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ മസാലയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ ഒരു മീൻ മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.